ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ആക്ച്വലി സ്ട്രിങ് എന്ന് പറയാൻ നമ്മൾ എന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുക? നമുക്ക് ടെക്സ്റ്റോ പേരുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സ്ട്രിങ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു പൈത്തൺ ആയിക്കോട്ടെ എന്തിലായിക്കോട്ടെ അതൊരു അറേ ഓഫ് യൂണീക്കോഡ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ നമുക്ക് സ്ട്രിങ്ങിൽ, അതായത് ഒരു ടെക്സ്റ്റ് എഴുതുവാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഓരോ ക്യാരക്ടറിനെ വീതം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്ന അറേ ഓഫ് യുണീക്ക് കോഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാമ്പിളിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഞാനൊരു സ്ട്രിങ് എഴുതാൻ പോവാണ്. ഇപ്പോൾ എസ് ഈക്വൽ ടു എൻ്റെ പേരെഴുതുവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇതൊരു അറേ ഓഫ് യൂണീക്കോഡ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്യാരക്ടറിന് വിധം ആക്സസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, പ്രിന്റ് എസ് വിളിച്ചപ്പോഴത്തേക്കും അഭിജിത്ത് പ്രിന്റ് ആയി. ഇനി നമുക്കിത് ഓരോരോ ക്യാരക്ടറിന് വിധം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് എന്തോ ഇൻഡെക്സിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എസ് ഓഫ് 0, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അടുത്ത ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഇതൊരു യൂണീക്കോഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേ ആയതുകൊണ്ടാണ്. ഓക്കെ, 1. അപ്പോൾ ഇവിടെ ആക്ച്വലി എയും ബിയും പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്ന സ്ട്രിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ സ്ട്രിങ് ഇങ്ങനെയല്ല, മൾട്ടി ലൈനിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് എഴുതാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ബി ഈക്വൽ ടു, അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ ഇപ്പോൾ എഴുതുക അയ്യാം, എന്നിട്ട് അടുത്ത ലൈനിൽ ഞാൻ അഭിജിത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് പിന്നെ 3 കോട്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ പ്രിന്റ് ഓഫ് ബി വിളിക്കുകയാണെങ്കിലോ, കണ്ടോ, ആ മൾട്ടി ലൈൻ എന്ന രീതിയിൽ തന്നെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അത് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ പറയുന്ന എസിൻ്റെ അകത്ത് അബ്ജക്റ്റ് സ്റ്റോർ ആയിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് കാണിക്കാനാണെങ്കിൽ LEN എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് LEN ഓഫ് എസ് വിളിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് നമുക്ക് പ്രിന്റ് ആവുന്നതെന്ന്. കണ്ടോ, 7. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തോട്ട് ഒരു സ്ട്രിങ് വെക്കുകയാണ്. ഐ ആം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് അയാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഇഫ് സോഫ്റ്റ്വെയർ, അതായത് ടെക്സ്റ്റ് ആണല്ലോ, അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻ എക്സ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ വാക്ക് ഇൻ എക്സ്, ആൻഡ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക യെസ് there is. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, യെസ് there is, അവിടെ സോഫ്റ്റ്വെയർ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്ലൈസിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് സ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലോട്ട് നോക്കാം. അപ്പോൾ ഞാൻ എ ഈക്വൽ ടു, അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു ഹലോ വേൾഡ് എന്ന് എഴുതുവാണ്, ഹലോ വേൾഡ്. സോ ഇങ്ങനെ ഞാൻ എഴുതി, എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഹലോ മാത്രം കണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? സോ ഈ ഒരു കേസിലേക്ക് നമ്മൾ സ്ലൈസിങ് യൂസ് ചെയ്യുക. അപ്പോൾ സ്ലൈസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞിരിക്കണം. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ ക്യാരക്ടറിനും ഓരോ ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഹലോ മാത്രം കിട്ടുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ 0, 1, 2, 3, 4. ഈ സ്ലൈസിങ് ടെക്നിക്കിൽ സ്ലൈസിങ് ആക്ച്വലി എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിലോ, ഞാൻ കമൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ആ ഒരു വേരിയബിളിൻ്റെ പേര്, പിന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട്
സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷം എൻഡിങ് പൊസിഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി എന്തെഴുതുന്നത്, ഒരു സ്ലൈസിങ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡെക്സിലെ വാല്യൂ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 കൊടുക്കുകയാണെങ്കിൽ A(1) തൊട്ട്, ഓക്കെ, എൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 5 ആണെങ്കിൽ A(5) വരെ ഉള്ള ക്യാരക്ടർ എടുക്കും. A(5) എടുക്കൂല, A(5) വരെയുള്ള ക്യാരക്ടർ. ആദ്യത്തെ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടിങ് A(1) ആണെങ്കിൽ A(1) എടുക്കും, പക്ഷെ എൻഡിങ് A(5) ആണെങ്കിൽ A(5) എടുക്കൂല, A(4) വരെയുള്ളതായിരിക്കും പ്രിന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഹലോ അല്ലേ എനിക്ക് വേണ്ടത്. ഇപ്പോൾ പ്രിന്റ് ഓഫ്, നമ്മൾ തുടങ്ങുന്ന എവിടെ നിന്നാണ്, 0 തൊട്ട് എവിടം വരെ, O വരെ വേണം. O വരെ വേണമെങ്കിൽ ഓയുടെ പൊസിഷൻ ഏതാ, 1 2 3 0 1 2 3 4 5. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് വരെയുള്ളതാണ് എടുക്കാൻ, അതായത് 5 വരെയുള്ള എടുത്താൽ നമുക്ക് O വരെ പ്രിന്റ് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഹലോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ O എന്ന് പറയുന്ന പൊസിഷൻ 4 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എൻ പൊസിഷനിലെ ക്യാരക്ടർ പ്രിന്റ് ആവില്ല, അത് വരെ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. കണ്ടോ, L വരെ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എൻഡ് പൊസിഷൻ കിട്ടാനായിട്ട് ഒരെണ്ണം കൂടി കൂട്ടി കൊടുക്കണം. സോ നമ്മൾ 5 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹലോ എന്ന് പറയുന്ന ഫുള്ള് ക്യാരക്ടർ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോർഷൻ നമുക്ക് കിട്ടും. സോ ഇതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ അകത്ത് സ്ലൈസിങ് ടെക്നിക് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് സ്ലൈസിങ്ങിൽ തന്നെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള വേണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഞാൻ എടുക്കണമെങ്കിൽ അവിടെ 0 എന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും എടുക്കും. അതായത് ഞാനിപ്പോൾ ഒരു സ്പേസ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 9 കൊടുക്കുക, എൻ പൊസിഷൻ മാത്രം പറഞ്ഞു. അപ്പോൾ 0 to 8 വരെയുള്ള ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ W തൊട്ട് D വരെ വേണ്ടതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യത്തത് മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് കോളൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, സ്പേസ് ആണെങ്കിൽ അവസാനം വരെയുള്ളത് എടുക്കും. അതായത് ഇപ്പോൾ 5 then 6 തൊട്ട് ഞാൻ സ്പേസ് ഇടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 6ാമത്തെ പൊസിഷൻ, ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ തൊട്ടിട്ട് പിന്നെ അങ്ങോട്ടുള്ള മൊത്തം എടുക്കും. അപ്പോൾ ഈ D വരെ, W തൊട്ട് D വരെ ആയിരിക്കും എടുക്കുന്നത്, വേൾഡ് മാത്രം പ്രിന്റ് ചെയ്ത്. കണ്ടോ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് സ്ലൈസിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഇനി സ്ലൈസിങ്ങിൽ തന്നെ നെഗറ്റീവ് സ്ലൈസിങ് എന്നുള്ള കേസ് ഉണ്ട്. നെഗറ്റീവ് സ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ്ലി സ്ലൈസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ -5 തൊട്ട് എന്ത് ചെയ്യുന്നു, ഒരു -1 വരെ ആണെങ്കിൽ ആക്ച്വലി എന്താ പ്രിന്റ് ആവുന്നത്, -5 എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഈ W തൊട്ട് ബേസിക്കലി L വരെ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. നമുക്ക് നോക്കാം, W to L കണ്ടോ, കറക്റ്റ്, W to L വരെ ആയിരിക്കും പ്രിന്റ് ആവും. സോ ഇതാണ് എന്തെന്ന് പറയുന്ന സ്ലൈസിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മോഡിഫയേഴ്സ് ഉണ്ട് നമ്മുടെ പൈത്തൻ്റെ അകത്ത്. മോഡിഫയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ A = ഹലോ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മോഡിഫയേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പർ കേസിൽ കിട്ടണമെങ്കിൽ A.upper വിളിച്ചാൽ മതി. ഓക്കെ, അപ്പർ വിളിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താ പ്രിന്റ് ആവണമെന്ന്. കണ്ടോ, ഫുൾ അപ്പർ കേസായി. അതേപോലെ തന്നെ ഇപ്പം ഞാനിവിടെ H നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം. എനിക്ക് ഫുള്ള് ലോവർ കേസിൽ കിട്ടണമെങ്കിലോ A.lower നോക്കാം. കണ്ടോ, ലോവർ കേസിൽ കിട്ടി. അതുപോലെ തന്നെ ഇത് അടുത്തെന്ന് പറയുന്നത് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ സ്പേസ് ഹലോ എന്നാണെങ്കിൽ A.strip വിളിക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്പേസും കൂടി, അത് സ്പേസ് കളയും. സ്പേസ് കളഞ്ഞിട്ട് ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിക്കുന്നുണ്ടോ, ഇവിടെ ഒരു സ്പേസ് വീണേക്കണുണ്ടോ, കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രിപ്പ് വിളിച്ചത്, അപ്പോൾ സ്പേസ് കളഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ A.replace എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഈ H-നെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു J ഇടുവാന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് നോക്കാം. കണ്ടോ, അതായത്
സോറി, ഞാനിവിടെ ക്യാരക്ടറായിട്ട് കൊടുത്തില്ല. നോക്കാം. കണ്ടോ, ജെ വന്ന്. അപ്പോൾ ഇങ്ങനെയാണ് റീപ്ലേസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 2 വാക്കാക്കാൻ കഴിഞ്ഞിട്ട് വോൾട്ടും കൂടി ആക്കാം. ഓക്കെ, അത് ഞാനിവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോമ വന്നേക്കുന്ന, അതായത് ഹലോ കഴിഞ്ഞിട്ടൊരു കോമ കഴിഞ്ഞിട്ടല്ലേ എന്ത് വന്നേക്കുന്നത്, വേൾഡ് വന്നേക്കണം. അപ്പോൾ ഈ കോമയുടെ അപ്പുറം ഇപ്പുറം ഉള്ളതിന്, അല്ലെങ്കിൽ അതിനെ രണ്ടിനെ എടുത്തിട്ട് ഞാനൊരു ലിസ്റ്റ് ആക്കാം. അതായത് കോമ വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന വെക്കാം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എ ഡോട്ട് സ്പ്ലിറ്റ്, അതായത് ആ ഒരു ഫുൾ ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സ്പ്ലിറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കോമയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, കോമയുടെ അപ്പുറത്തുള്ള വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടോ, ഹലോയും വേൾഡും 2 എലമെന്റ് അല്ലെങ്കിൽ ഡേറ്റ ആയിട്ടും കിട്ടും. സോ ഇതൊക്കെയാണ് കുറച്ച് ഓപ്പറേഷൻസ് ഉള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളിത് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഇത് ഓർത്ത് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്കിത് പിന്നെ നമുക്ക് മനസ്സിലാവും, ഇത് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന്. അല്ലാണ്ട് ഇത് നമ്മളൊരിക്കലും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോവുകയാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഇപ്പോൾ എ ഈക്വൽ ടു, ഞാനിപ്പോൾ ഒരു ഹലോ എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഞാൻ ബി ഈക്വൽ ടു ഒരു ഇപ്പോൾ വേൾഡ് എന്നും പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ് ഇത് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി അത് രണ്ടും കൂടി എന്താ പറയുക, അടുപ്പിച്ച് വെക്കുക. ഓക്കെ, സോ അങ്ങനെ പ്ലസ് ഉപയോഗിച്ച് രണ്ടും കൂടി ചേർത്തു. എന്നിട്ട് ഞാനിനിയിപ്പോൾ പ്രിൻ്റ് ചെയ്യിച്ച് നോക്കാം. പ്രിൻ്റ് ഓഫ് സി വിളിക്കുവാണെങ്കിൽ ബേസിക്കലി ഹലോ വേൾഡ് എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിച്ച് വരും. അതിന് പകരം നമുക്കിവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പേസ് ഇങ്ങനെയും ഇടാം, അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തോ, ഇതൊരു സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനെയും നമുക്ക് സ്പേസ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള മറ്റൊരു കോൺസെപ്റ്റാണ്. നമുക്ക് അറിയാം ഇൻറ്റീജറും അതുപോലെ സ്ട്രിങ്ങും ടെക്സ്റ്റ് ഡേറ്റാസ് തമ്മിൽ നമുക്ക് ഒരിക്കലും സം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരിക്കലും നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിൻ്റ് ഓഫ് ഹായ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരു ഇങ്ങനെ എഴുതാം. അതായത് ഇങ്ങനെ സ്ട്രിങ്ങും ഇൻറ്റീജറും കൂടി എനിക്ക് സം ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു കേസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മുടെ പൈത്തൻ്റെ അകത്ത്. ഇപ്പോൾ ഞാൻ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു 56 കൊടുക്കുന്നു. അതുപോലെ ഞാൻ ഒരു ടെക്സ്റ്റ് ഡേറ്റ കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് മൈ ഏജ് ടെക്സ്റ്റ് ഡേറ്റയാണ്. സോ മൈ ഏജ് ഈസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കേർലി ബ്രാക്കറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കേർലി ബ്രാക്കറ്റ് അങ്ങനെ ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ഓഫ് എന്ത് ചെയ്യുന്നു, ആ ഒരു ടെക്സ്റ്റ് ഡോട്ട്, എന്നിട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫോർമാറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്തേക്ക് പാരാമീറ്ററായിട്ട് ഞാൻ ഈ ഏജിനെ കടത്തിവിടുന്നു. അപ്പോൾ ടെക്സ്റ്റ് ഡോട്ട് ഫോർമാറ്റിൻ്റെ അകത്തോട്ട് പാരാമീറ്ററായിട്ട് ഈ ഒരു ഏജിനെ കടത്തി വിടാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. സോ ആ കേർലി ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഈ ഏജിൻ്റെ വാല്യൂ വന്ന് പ്ലേസ് ആകുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, പൈത്തൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ഡേറ്റയും അതുപോലെ തന്നെ അതായത് സ്ട്രിങ്ങിൻ്റെ കൂടെ നമ്മളൊരു ഇൻറ്റീജർ ഡേറ്റ കോൺകാറ്റിനേറ്റ് അല്ലെങ്കിൽ ഇൻറ്റീജർ ഡേറ്റ നമ്മൾ വെക്കുക, പ്ലേസ് ചെയ്യുക. സോ ഇതിനെയാണ് നമ്മളതെന്ന് പറയുക ഫോർമാറ്റ് സ്ട്രിങ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. ഒരു ടെക്സ്റ്റ് ഡേറ്റയുടെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻറ്റീജർ പൈത്തൻ്റെ അകത്ത് നമുക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ഫോർമാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ പൈത്തൻ്റെ അകത്തുള്ളൊരു കേസാണ് ആക്ച്വലി എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ പ്രിൻ്റ് ഓഫ്, ഇപ്പോൾ മൈ നെയിം ഈസ് അഭിജിത്ത് എന്ന് ഞാൻ കൊടുക്കുകയാണ്. എനിക്ക് ഈ അഭിജിത്ത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എനിക്കൊരു ഡബിൾ കോഡിൻ്റെ അകത്ത് ഇടണമെന്ന് വെച്ചോ. അതെങ്ങനെയാണ് ഇടും, കണ്ടോ. ഇപ്പോൾ ഇത് ആക്ച്വലി വർക്ക് ആകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എറർ വരും. കാര്യം അഭിജിത്ത് എന്നുള്ളത് ഇവിടെ ഒരു കോട്ട് ഇട്ടപ്പോൾ ഇത് രണ്ടും കൂടെ വരണം, പിന്നെ ഇത് രണ്ടും കൂടി വരുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് \. സോ ഈ \/ കോട്ട് വിളിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആവും, അതൊരു കോട്ടായിട്ട് റെക്കഗ്നൈസ്. സോ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതാണൊരു
എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത്. സോ ഇത്ര ഉള്ളൂ പൈത്തണിൻ്റെ അകത്ത് സ്ട്രിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ഓക്കെ, താങ്ക് യു.